എന്താടാ പണിയൊക്കെ തീരാറേ? ആ, പണിയൊക്കെ ഒരുമാതിരി തീരാറാണ്. അങ്ങനെ പോണ് കാര്യങ്ങളൊക്കെ. ഭയങ്കര തുമ്മലെന്ന്, പൊടി പോയിട്ട് മൊത്തേ. അതിന് ഈ മൊത്തം മുടി കെട്ടിയേക്കണം. നിനക്കെന്താ ഒരു മൂഡ് ഓഫ് എന്താണ്? മുഖം വല്ലാണ്ടിരിക്കണ? ഒരു സുമാറില്ല. എന്നും ഈ കാലത്ത് എഴുന്നേറ്റ് പണിക്ക് പോവും, വൈകുന്നേരം പണി കഴിഞ്ഞ് ചെല്ലും, ഒരു ചാളയും മേടിക്കും, പിള്ളേരുടെ ഭാര്യയുടെ ഒക്കെ ഒന്ന് ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. ഒരു 10-12 മണി വരെയൊക്കെ കടങ്ങളെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ മലന്നടിച്ചിടങ്ങും, ഉറക്കം വരില്ല. പിന്നെ എപ്പോഴേ ഉറങ്ങിപ്പോവും, നേരം വെളുത്ത് പിന്നെയും പോവും. ആയപ്പാടൊരു മടുപ്പായി തുടങ്ങി. ഈടാ അതിനേ വേറെ പരിപാടി ഉണ്ട്. ഇടയ്ക്ക് വീട്ടിലേക്ക് ഇതിൽ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കണം. ഒച്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരമൊക്കെ ഒച്ചപ്പാടും വേണം, പിന്നെ അതൊക്കെ മാറിക്കോളും. അതൊരു രസമാണ്, നീ ചെയ്തു നോക്കിയേ. പിന്നെ ഭാര്യയായിട്ടൊക്കെ എങ്ങനെ ഒച്ചപ്പാടെടുക്കണം? എങ്ങനെയാണ്? ഒന്നാമത് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അവളൊരു പാവമാണ്. നമ്മ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, എന്ത് പറഞ്ഞാലും ഇങ്ങനെ മിണ്ടാണ്ട് വെക്കും, പാവം. അതിനോട് എന്ത് വെച്ചെടുക്കാനാണ്? പിന്നെ അതൊക്കെ അലമ്പടാ, നാട്ടുകാരൊക്കെ വീട്ടിൽ അപ്പുറത്തെ ആൾക്കാരൊക്കെ ഇട്ടിങ്ങനെ അലമ്പൽ കൃത്യമാണ്. അതൊരു രസമാണ്, നീ ചെയ്തു നോക്കിയേ. ഞാനിവിടെ എൻ്റെ ഭാര്യ അടുത്ത് പറഞ്ഞാൽ അവളൊന്നും പറയില്ല, അവസാനം ഇപ്പോൾ തിരിച്ചു പറയും, ഞാനും പറയും. അതൊരു രസം, അതൊക്കെ ഒരു ത്രില്ലാണ്. ആ, നീ അതുപോലെ ചെയ്ത് നോക്ക്. ഞാൻ നോക്കട്ടെ, കുഴപ്പമില്ലല്ലേ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു രസമൊക്കെ ഉണ്ടാവും, ഒച്ചപ്പാടുമ്പോഴൊക്കെ എടുക്കുമ്പോഴേ രസം ഉണ്ടാവും. ദേഷ്യപ്പെടണം, നല്ല കലിപ്പിടണം, നല്ല കലിപ്പിലൊന്നും കൊള്ളണം, ചിരിക്കുകയും ചെയ്യരുത്. ത്രില്ലുണ്ടാവും. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ, ഞാൻ വിളിക്കാം. ഞാൻ പോട്ടെ എന്നാ, ശരി എന്നാ. അമ്മ എന്തിയാടാ? ചായ എടുത്തടി, പറഞ്ഞിട്ടില്ലേ? എന്താ നിന്റെ അടുത്ത് ഞാൻ ചായ ചോദിച്ചത്? ഇത് കാപ്പിയാണുള്ളത്, പോയി ചായ എടുത്തോടി. നിന്റെ അടുത്ത് തന്നെ ഉണ്ടോ ചോദിച്ചാ? ചായ വെച്ചപ്പോൾ ഉണ്ടേ കൊണ്ട് വന്നേക്കണോട്. എന്തിനാ പറയടി? എന്താ നിനക്ക് ഇതൊന്നും പറയാനല്ലോ നിനക്ക്? എന്തിനു പാവർന്ന് പറയടി? എന്ത് പറഞ്ഞാലും മിണ്ടാടി നിൽക്കും, ഒന്നും പറയാനല്ലോ നിനക്ക്? പിന്നെ അണ്ണാക്കിയുള്ള പഴം തിരിയണ്ട എന്റെ ഒന്നും മൊഴിയുടെ എന്തെങ്കിലും വായിക്കാത്ത ഇതൊന്നും പറയും. അപ്പൊ എന്ത് പറ്റിയ അപ്പൊ ഇങ്ങനെ ഒച്ചെടുക്കണ? അപ്പൊ ഇങ്ങനെ ചെയ്യാറില്ലാത്തയാണല്ല. അതായിരുന്നാ? ഓ, ഞാനും പേടിച്ചു. ഈ കുടുംബത്തിനകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് രസമുള്ളത്? രസമില്ല, അവരാണ് ഇനി ഇന്ത്യയിലില്ല. എന്താണോ ചൂടക്കാൻ കാണിച്ചല്ലേ, അല്ലാണ്ട് എന്ത്? ഇപ്പൊ കണ്ടില്ലേ, ഒരു രക്ഷയില്ല, അവള് രക്ഷയില്ല, ഒരു പ്രതികരണ ശേഷിയില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവളാണ് എത്തുന്നത്. ഒരു ത്രില്ലില്ല, നടക്കൂല പരിപാടി. വള്ളിക്കെട്ടാവാണ്ട് നോക്കിക്കോട്ടെ. ഞാൻ പോട്ടെ, നീ അവിടിച്ചോ പണി. പപ്പേ,
കുറെ നേരം ഞാൻ ക്ഷമിക്കണത്. വേണ്ട വേണ്ട വെക്കുന്നോറും അപ്പനോട് ഞാൻ പറഞ്ഞല്ല അപ്പൊ വള്ളിക്കെട്ടാവോന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നല്ല ത്രില്ലേ?